ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ ഏർവാടിയിലേക്കുള്ള ഒരു യാത്രയാണ്. ഏർവാടിയിലേക്കൊരു യാത്ര പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മമ്പുറം, നാട്ടുകല്ല്, അങ്ങനെ മുത്തുപേട്ട, നാഗൂർ, അങ്ങനെ കുറേ സ്ഥലത്ത് സിയാർത്ത് ചെയ്തിട്ടാണ് ഏർവാടിയിലേക്ക് എത്തുക. അപ്പോൾ ഏർവാടിയിലേക്ക് ഉള്ള യാത്രയിലാണ്. അപ്പം നമ്മൾ പോകുന്നത് ഗൈസ് ബാദുഷ എന്ന് പറഞ്ഞ ബസ്സിലാണ്. ഇത് ബാദുഷാസിയാറിന്റെ MD ആണ്, ആരിഫ, നമ്മുടെ സുഹൃത്താണ്. ഇപ്പം കോഴിക്കോട് നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. ബാദുഷാസിയാറിന്റെ ബസ്സിലാണ് ഉള്ളത്. നമ്മളിങ്ങനെ മമ്പുറം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കവർ ചെയ്തിട്ട് നമ്മൾ ഏർവാടിയിൽ എത്തിപ്പെടുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് നമുക്ക് കാണാം. ഓക്കെ, ഇപ്പൊ നമ്മൾ മമ്പുറം മക്കാമിലെത്തി. മമ്പുറം എന്ന് പറഞ്ഞാല് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ്. ഇത് കേരളത്തിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സിയാറത്ത് കേന്ദ്രമാണ്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സയ്യിദ് അലവി തങ്ങളാണ്. യമനിൽ നിന്ന് വന്ന വലിയൊരു സൂഫി വര്യനായ മഹാനവറുകള്, ഒരുപാട് കറാമത്തുകൾക്ക് ഉടമയായിട്ടുള്ള വലിയൊരു വലിയാണ്. നമ്മളിപ്പം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിനടുത്തുള്ള നാട്ടുകൽ മക്കാമിലെത്തി. ഇവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറാണ്. അബു ഇസാഖ് എന്ന് പറഞ്ഞ ഒരു സൂഫി വര്യരാണ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഇവിടെ വളർന്നു വരുന്ന ഒരു മീസാൻ കല്ലും കാണാം. ഇപ്പൊ നമ്മള് കേരളം വിട്ട് തമിഴ്നാട്ടിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം പുലർച്ചെ 2:45. ഇന്ന് നമ്മൾ പോകുന്നത് തിരുച്ചിറപ്പള്ളിയിലേക്കാണ്. ഹസ്രത്ത് തബലെ ആലം ബാദുഷാ നാദിർ വലിയുള്ളാഹിയുടെ മക്കാമിലേക്കാണ്. 1027 വർഷം പഴക്കമുള്ള ദർഗാ ഷെരീഫാണിത്. ഇപ്പം രാവിലെയായി. നമ്മളിപ്പോ ഉള്ളത് തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ഡിസ്ട്രിക്റ്റിലെ നാഗപട്ടണം എന്ന സ്ഥലത്തിനടുത്തുള്ള നാഗൂർ ദർഗയിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഷാഹുൽ ഹമീദുൻ നാഗൂർ എന്ന് പറഞ്ഞ വലിയൊരു സൂഫി വര്യനാണ്. ഒരുപാട് കറാമത്തുകളും അത്ഭുതങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഇവിടെ വരാറുണ്ട്. അങ്ങനെ ഈ മക്ബറയും സന്ദർശിച്ച് നമ്മൾ മടങ്ങാണ്. ഇനി നമ്മൾ പോകുന്നത് പുതുക്കോട്ടയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മാനൻ റാവുത്തർ സാഹിബ് വലിയുള്ളാഹിയുടെ മക്കാമിലേക്കാണ്. ഇപ്പൊ നമ്മള് കായൽപട്ടണം എത്തി. ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് സ്വദഖത്തുല്ലാഹിൽ കാഹിരി എന്ന വലിയൊരു സൂഫി വര്യനാണ്. ഇദ്ദേഹമാണ് കുത്തുബിയത്ത് രചിച്ചത്. ഈ പള്ളിയും ഈ പള്ളിയോട് ചേർന്നിട്ടുള്ള ഈ പുരാതനമായ വസ്തുകലകളും നിർമ്മിച്ചിട്ടുള്ളത് മുഗൾ ചക്രവർത്തിയായ ഔറംഗസീബ് രാജാവാണ്.
അങ്ങനെ നമ്മൾ അവസാനം ഏർവാടിയിലെത്തിക്കായി. ഇപ്പോ എന്റെ കൂടെയുള്ള നമ്മുടെ യാത്രയിൽ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. തെന്നിന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഏർവാടി എന്ന് പറയുന്നത്. എല്ലാ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഹിജ്റ 630 റമദാൻ 3 മദീനയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പരയിലെ സയ്യിദ് അലിയുടെയും സയ്യിദത്ത് ഫാത്തിമ ബീവിയുടെയും മകനായിട്ടാണ് സയ്യിദ് ഇബ്രാഹിം ബാദിഷാ തങ്ങൾ ജനിച്ചത്. തികഞ്ഞ ഭക്തിയും ദീനീബോധവും സത്യസന്ധതയും പക്വതയും നിറഞ്ഞ ഉത്തമ പുരുഷനായിട്ടാണ് മാതാപിതാക്കൾ മഹാനവറുകളെ വളർത്തിയത്. അങ്ങനെ മദീനയിൽ കഴിയവേ പിതാമഹനും ലോകത്തിന്റെ നേതാവുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ എത്തിയത്. അവിടെ തൗഹീദിന്റെ പ്രകാശം ജനങ്ങളിലേക്ക് എത്തിക്കണം. അങ്ങനെ ഇബ്രാഹിം ബാദിഷാ തങ്ങൾ തന്റെ ആയിരക്കണക്കിന് സൈനികരെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഇറാൻ, ഇറാഖ്, ബലൂചിസ്ഥാൻ വഴി ഇന്ത്യയിലെത്തി. ഹിജ്റ 681 ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹുവിന്റെയും അമീർ അബ്ബാസിന്റെയും നേതൃത്വത്തിലാണ് ഇന്ത്യയിലെത്തിയത്. ഒരുപാട് ആളുകൾ ഉദ്ദേശ സാഫല്യത്തിനും രോഗശമനത്തിനും മറ്റുള്ള മാനസിക ശാരീരിക പ്രശ്നങ്ങൾക്കും ചികിത്സ തേടി ഇവിടെ വരാറുണ്ട്. പല അസുഖങ്ങൾക്കും ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ സുഖമായി തിരിച്ചുപോയ ഒരുപാട് നൂറുകണക്കിന് അനുഭവങ്ങൾ പലർക്കും പറയാനുണ്ട്. ഈ ഏർവാടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മക്ബറയാണ് ഇബ്രാഹിം ബാദിഷയുടേത്. ഒരുപാട് അത്ഭുതങ്ങളും കറാമത്തുകളും നിറഞ്ഞ ഒരു വളരെ പുണ്യമാക്കപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. പലതരത്തിലുള്ള സിഹിറും കൂടോത്രവും മൂലം മാനസിക ശാരീരിക പ്രശ്നങ്ങൾ വന്ന നിരവധി ആളുകൾക്ക് ഇവിടെ നിന്നും രോഗശമനം കിട്ടിയിട്ടുണ്ട്. ശരീരത്തിൽ സിഹിർ കൂടോത്രം മൂലം പിശാച് ബാധ ഉണ്ടായാൽ ആ പിശാച് ബാധ ഇവിടെ നിന്നും ഒഴിഞ്ഞു കിട്ടുമെന്നുള്ളതാണ് വിശ്വാസം. പിശാചിനെ വെട്ടുന്ന സീനുകളെല്ലാം ഇവിടെ വന്നാൽ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് ആളുകളുടെ ശരീരത്തിൽ നിന്നും മാനസിക ശാരീരിക രോഗങ്ങൾ പോലും ഒഴിപ്പിച്ച് സുഖമായി തിരിച്ചുപോയ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ സന്ദർശിക്കാറുണ്ട്. ഒരനുഭവം ഉണ്ടായിട്ടുണ്ട്. 2004 ഞാൻ ആദ്യമായിട്ട് ഈ ഏർവാടി സന്ദർശിക്കുന്നത്. അന്ന് എനിക്ക് 5 മാസത്തോളമായ ആത്മരോഗം പിടിപെട്ടി ചുമയും ശ്വാസം മുട്ടലും ഒരുപാട് ഞാൻ ചികിത്സിച്ചു. പക്ഷെ എനിക്ക് ഭേദമായില്ല. വളരെയധികം ബുദ്ധിമുട്ടിയ ഒരവസ്ഥയിൽ ഞാനിവിടെ വന്ന് സിയാറത്ത് ചെയ്ത് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ഞാൻ ദുആ ചെയ്തു. ഇവിടെ കിടക്കുന്ന മഹാന് എന്തെങ്കിലും ഒരു കഴിവ് നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി എൻ്റെ അസുഖം മാറണം എന്ന് ഞാൻ മനസ്സിൽ നിയത്ത് ചെയ്ത് ദുആ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, ഒരൊറ്റ രാത്രി കൊണ്ട് എൻ്റെ അസുഖം പരിപൂർണമായിട്ട് ആസ്മയും ചുമയും ശ്വാസം മുട്ടലും എല്ലാം മാറി. ഒരൊറ്റ രാത്രി കൊണ്ട് അസുഖം ഭേദമായി ഞാൻ തിരിച്ചുപോയി. അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ കറാമത്തുകളിൽ വലിയ വിശ്വാസമുണ്ട്. ഗൈസ്, ഇത് ശൈത്താന് പുറത്ത് ചാടുകയാണ്. അതായത് ഈ കൂടോത്രം മാരണം മൂലം ഓരോ ചെറിയ ചെറിയ പെൺകുട്ടികൾക്ക് പോലും ഈ ഭ്രാന്ത് പോലുള്ള അസുഖങ്ങൾ ബാധിച്ചിട്ട് ഈ ശരീരത്തിൽ നിന്നും ഈ പിശാചിനെ പുറത്ത് ചാടിക്കുകയാണ്. ഇവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഗൈസ്, ഞാൻ ചുളിവിലാണ് വീഡിയോ എടുക്കുന്നത്. ആരും കാണാതെ ചുളിവിൽ വീഡിയോ ഷൂട്ട് ചെയ്യാണ്.
ഈ മക്കാമ് കണ്ടില്ലേ, ഇത് ഇബ്രാഹിം ബാദിഷയുടെ ഭരണകാലത്ത് മന്ത്രിയായിരുന്ന അമീർ അബ്ബാസിൻ മന്ത്രിയുടെ മക്കാമാണ്. അങ്ങനെ നൂറുകണക്കിന് ഇവരെല്ലാം ശുഹദാക്കളാണ്. ഇങ്ങനെ നൂറുകണക്കിന് ശുഹദാക്കളുടെ മക്ബറകളാണ് ഇവിടെ ഉള്ളത്. ഏർവാടി ശുഹദാക്കൾ എന്നാണ് മൊത്തത്തിൽ അറിയപ്പെടുന്നത്. ശുഹദാക്കളെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞത് നമുക്കറിയാം, വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാതൻ ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ. ശുഹദാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മരണപ്പെട്ടവരല്ല, അള്ളാഹുവിന്റെ അടുത്ത് അവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരാണ്. അത്രത്തോളം അവർ ജീവിച്ചിരിക്കുന്നവരാണെന്ന് പോലും ഖുർആൻ പറഞ്ഞു. അപ്പോൾ ശുഹദാക്കൾക്ക് അത്രത്തോളം മഹാത്മ്യമുണ്ട്. ഈ ശുഹദാക്കളും അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും ഒക്കെ ഉള്ളത് തന്നെയാണ്. ഖുർആൻ പറഞ്ഞത് അമ്പിയാക്കന്മാരുടെ പിൻഗാമികളാണ് ഔലിയാക്കൾ എന്നാ പറഞ്ഞത്. അപ്പൊ ഔലിയാക്കന്മാരെ പറ്റിയിട്ടും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്ന ഔലിയാ അല്ലാഹു ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അപ്പൊ ഔലിയാക്കന്മാർക്കും അള്ളാഹു ഖുർആനിൽ വളരെയധികം സ്ഥാനം കൊടുത്തിട്ടുണ്ട്, ഔലിയാക്കന്മാർക്കും ശുഹദാക്കൾക്കും ഒക്കെ. അപ്പോ ചില ആളുകൾ ഇതിനൊക്കെ നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്ബറകളിൽ പലതരത്തിലുള്ള ബിസിനസ്സും തട്ടിപ്പൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും കൊടുക്കണ്ട. അവിടെ കിടക്കുന്ന അവിടെ നമ്മൾ ചില ആളുകളൊക്കെ വെറുതെ ഒരുപാട് പൈസ ഒക്കെ മക്ബറയിലൊക്കെ കൊണ്ടുപോയി കൊടുക്കും. അതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ കിടക്കുന്ന മഹാന് പൈസന്റെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ആ പൈസ നിങ്ങൾ യതീമക്കൾക്കോ പാവപ്പെട്ടവർക്കോ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്നോട് എന്റെ സുഹൃത്തുക്കളിൽപ്പെട്ട ചില ആളുകൾ എന്നോട് ചോദിക്കും, ഈ മഹാന്മാരെ മക്ബറയിലൊക്കെ പോകുന്ന ശിർക്കല്ല ഫിറോസേത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഒരിക്കലും ശിർക്കല്ല. കാരണം സുന്നത്താണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മുൻകഴിഞ്ഞ മഹാന്മാരെ മക്ബറകളിൽ സിയാറത്തിന് പോയിട്ടുണ്ട്. ഇസ്രാ മിറാജ് സംഭവമൊക്കെ നമുക്ക് അത് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും ശിർക്കല്ല, തെറ്റല്ല. പിന്നെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകളിൽ തന്നെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കും. നിങ്ങൾ അവിടെ കിടക്കുന്ന മഹാന്മാരോടല്ലേ പ്രാർത്ഥിക്കുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും മഹാന്മാരോടല്ല. പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്. കാരണം അവരെ മഹാന്മാരെ ഹദറത്തിൽ വെച്ചിട്ട് അവരെ ഹക്ക് ബർക്കത്ത് അവരെ കറാമത്ത് കൊണ്ട് അള്ളാഹുവിനോട് ഉത്തരം കിട്ടും എന്ന വിശ്വാസത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇത് മധുര സിറ്റിയിൽ നിന്നും കുറച്ച് വിട്ടിട്ടുള്ള ഒരു ഉൾനാടൻ പ്രദേശമാണ്. അതാ കുട്ടികളൊക്കെ സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയമാണ്. ഒരു നായന്റെ വൈത്താൽ തന്നെ ഉണ്ടല്ലോ കുറച്ചനെ പനിയാവിലേക്ക്. ഇനി നമ്മൾ സിക്കന്ദർ മലയാണ് കയറാൻ പോകുന്നത്. സിക്കന്ദർ മല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 സ്റ്റെപ്പുള്ള ഒരു മലയാണ്. ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി 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 പോണം. അതിൽ കാണുന്ന മല ഉണ്ടോ ഗേസ്? ആ മലന്റെ മുകളിലേക്ക് എത്തണം. ഈ സ്റ്റെപ്പ് കയറി കയറി പോയിട്ട്. അപ്പൊ ഗേസ് മല കയറാൻ തുടങ്ങാൻ പോവാണ്. മല കയറട്ടെ. നല്ലൊരു വർക്കൗട്ടാണെന്ന് വിചാരിച്ച് സ്റ്റെപ്പ് കയറുന്നത്. നമ്മള് ഈ സ്റ്റെപ്പ് കയറുന്ന സമയത്ത് സൈഡിൽ പാറകളൊക്കെ ഉണ്ട്, വലിയ വലിയ പാറകൾ ഉണ്ടോ? ആ ഗേസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ മലൻ്റെ മുകളിൽ ആ പാറിൻ്റെ മുകളിൽ നിസാം അവിടെ കയറിയിരിക്കുന്നുണ്ട്. നമ്മൾ ചങ്ക് നിസാം അവിടെ കയറിയിരിക്കുന്നുണ്ട്. ആ വരെ വരെ വരെ. ഓ പഠിച്ചോലെ നിങ്ങൾ കാത്തോളി, കയറാൻ പറ്റില്ല. ആ കേസ് ഞാനും നിസാമും കൂടി ഈ പാറിൻ്റെ മുകളിൽ കയറിക്ക. ഇനി ഇവിടുന്ന് നല്ലൊരു വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. കേസ് നോക്കി, അടിപൊളി വ്യൂ ആണ്. മധുര സിറ്റിയാണ് കാണുന്നത്. നേരെ മധുര സിറ്റി കാണുന്നുണ്ട്. അപ്പുറത്തുള്ളൊരു
പുഴ ഉണ്ട്, മധുരപ്പുഴ, സോറി തടാകം. നമ്മള് മല കയറിനു. അപ്പൊ ഉസ്താദ് ക്ഷീണിച്ച് കയറുമ്പോ ഉസ്താദ് ക്ഷീണിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. ഇനി കുറെ കയറാണ്ട്. ഇതുണ്ടോ മധുര ടൗൺ അടിപൊളിയായിട്ട് കാണുന്നില്ല കേട്ടോ. അത് ഫുള്ള് മധുര ടൗണ്. അവിടെ ഒരു പാലസ് ആണോ, പാലസ്. ഈ മലന്റെ ഏറ്റവും മുകളിലാണ് ദർഗ ഉള്ളത്. അവിടെ ബോർഡ് ഉണ്ട്, വേ ടു ദർഗ. ഇതിലാണ് പോകേണ്ടത്. ഇങ്ങനെ കയറി പോകണം. ഇവിടെ കയറി കയറി നിസാമും ഉസ്താദും പിന്നെ നമ്മളെ മുഹമ്മദ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് കയറാനുണ്ട്. ഇങ്ങനെ ഇവിടെ പിടിക്കാനുള്ള സാധനമുണ്ട്. വേറെ അധികം സ്ഥലത്ത് പിടിക്കാനുള്ള ഒന്നുമില്ല, ഹാൻഡിലൊന്നുമില്ല. ദാഹിച്ചിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. ഇനി അതിൻ്റെ മുകളിൽ പോയിട്ട് മലേൻ്റെ ഏറ്റവും മുകളിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഷോപ്പുണ്ട്, ഒരു ഷോപ്പ്. അവിടെ നിന്ന് വെള്ളം വാങ്ങിയിട്ട് കുടിക്കുക. പിന്നെ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഇങ്ങനെ കാണിച്ചു തരാൻ. ഏകദേശം മല ഇങ്ങനെ എത്താനായി. പിന്നെ ഇതൊരു പള്ളി പോലെ കണ്ടില്ലേ. ഇത് ഇവിടെ ഉറൂസ് സമയത്ത് ഭക്ഷണമൊക്കെ കൊടുക്കുന്ന സ്ഥലമാണ്. അതാ നേരെ കാണുന്ന മലന്റെ മുകളിൽ നേരെ കാണുന്നതാണ് ദർഗ. ഇവിടെ ഇങ്ങനെ അതിന്റെ സൈഡിലായിട്ട് മുന്നറിയുന്നുണ്ടോ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുന്ന് ഒന്നും കൂടെ ഉഷാറായി മിന്നറിയുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ ഗേസ്, മിന്നറിയത് കാണുന്നുണ്ടോ? അപ്പൊ ഗേസ് നമ്മളിപ്പോ ഏകദേശം മലന്റെ അടുത്ത് എത്താറായി, അതിന്റെ മുകളിൽ എത്താറായി. കുറച്ചും കൂടെ നമ്മളെത്തി, ഇതാ ദർഗന്റെ മുകളിലേക്ക് എത്തി. ഓ അങ്ങനെ 1000 സ്റ്റെപ്പുകൾ പൂർത്തിയാക്കി നമ്മളിതിൻ്റെ മുകളിലേക്ക് എത്തി. ഇതാ വേറെ വ്യൂ. ഇതാ ഇവിടെ നല്ല വ്യൂ ആണ്. ഇതാണ് സിക്കന്ദർ ബാദിഷാ റളിയല്ലാഹു അൻഹുവിന്റെ മക്കാം. ഹസ്രത്ത് ഇബ്രാഹിം ബാദിഷാ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മദീനയിൽ നിന്ന് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യയിലെത്തിയ മഹാനാണ്. ഈ മഹാൻ ഇവിടെ വെച്ച് ഈ പാറന്റെ മുകളിൽ, മലമുകളിൽ വെച്ചാണ് ഷഹീദായത്. അവിടെ തന്നെ മഹാനവറുകളെ കബറടക്കുകയാണ് ഉണ്ടായിരുന്നത്. മധുരയുടെ ചക്രവർത്തിയും വലിയൊരു സൂഫിവര്യനുമായിരുന്നു മഹാനവറുകൾ. അപ്പൊ കേസ് ഇവിടെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. ഇതാ പിന്നെ കുരങ്ങന്മാരെ ഇവിടെ എത്തി. വലിയൊരു കുരങ്ങനതാണ്.
എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.